എല്ലാവരും ഇപ്പോൾ ഇവിടെ ഒത്തുകൂടിയെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്താണെന്നറിയോ? മില്യൺ ഡോട്ട്സ് 5ാമത്തെ വർഷം സെലിബ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ അതെ, അപ്പോൾ നിങ്ങൾക്കറിയാം ഏതൊരു ബിസിനസ്സും കടന്നു പോകുന്ന വഴി എങ്ങനെയാണെന്നുള്ളത് ഏറെക്കുറെയൊക്കെ അറിയായിരിക്കും. കുറേയൊക്കെ സ്ട്രഗിളിലൂടെ തന്നെയാണ്. അപ്പോൾ ആ സ്ട്രഗിളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു മൊമെൻറ്റ് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ എന്നത് മാത്രമല്ല, ഈ ടീമിലെല്ലാവരും ഭയങ്കര പ്രൗഡോട് കൂടി കാണുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഇങ്ങനൊരു നിമിഷത്തിൽ എനിക്ക് ഭാഗമാവാൻ പറ്റിയതിൽ ഞമ്മളൊരു അഭിമാനം കൊള്ളുകയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി കുറച്ച് പറയാനായിട്ട് ആ തുടക്കകാലം തൊട്ട് ഉള്ള ആ ഒരു സ്ട്രഗിളും ആ ഒരു ഫേസിലൂടെ കടന്നു വന്ന് എങ്ങനെ ഈ ഒരു പൊസിഷനിലേക്ക് എത്തി ഒന്ന് അറിയിക്കാനായിട്ട് ഞാൻ മഹേഷിനെ ഇവിടേക്ക് ക്ഷണിക്കുകയാണ്. ഞാൻ മില്യൺ ഡോട്ട്സിലെ 4ാമത്തെ മെമ്പറായിരുന്നു. അപ്പം ഞാൻ മില്യൺ ഡോട്ട്സിൻ്റെ തുടക്കകാലം തൊട്ടിട്ട് മില്യൺ ഡോട്ട്സിൻ്റെ വളർച്ച ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം ബെൻസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതൊരു ഓർഗനൈസേഷനും ഏതൊരു ബിസിനസ്സാണെങ്കിലും അതിൻ്റെ ഉയർച്ചയും താഴ്ചയും കാണാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ, ഒരുപാട് സ്റ്റുഡൻസിനെയും അതേപോലെ ട്രേഡിങ്ങിൻ്റെ പല ഭാഗങ്ങളിലൂടെയും എല്ലാം കാണാൻ സാധിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതിന് എനിക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നത് മില്യൺ ഡോട്ട്സാണ്. ഞാൻ മില്യൺ ഡോട്ട്സിന് മുന്നേ ഞാനൊരു സത്യം പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ സാധാരണ ഒരാളെപ്പോലെ ഒരാൾ തന്നെയായിരുന്നു. പക്ഷേ മില്യൺ ഡോട്ട്സിലൂടെയാണ് എൻ്റെ പ്രൊഫഷൻ്റെ വളർച്ചയും അതേപോലെ തന്നെ എൻ്റെ മെൻ്റലി എൻ്റെ വളർച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് തന്നത് മില്യൺ ഡോട്ട്സിലൂടെയായിരുന്നു. അപ്പം താങ്ക് യു സോ മച്ച്. ഈ ഒരു ഓർഗനൈസേഷൻ എത്രയും വലിയ വളർത്താൻ ആഗ്രഹിച്ച് എത്തിച്ച ഓരോരുത്തരെയും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. അപ്പോൾ നമ്മുടെ വിഷൻ എന്താണെന്നുള്ളത് നമുക്ക് അറിയായിരിക്കും. നമുക്കറിയാം ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ചെയ്യിക്കുക, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളുടെ ഒരു പ്രൊവിഡൻസ് കോളേജിൽ സെഷൻ എടുക്കാൻ പോയ സമയത്ത് ഞാൻ ഡാറ്റ നോക്കുന്ന സമയത്ത് ഞാൻ കണ്ട കാര്യമാണ് 96% ആൾക്കാർ കേരളത്തിൽ ലിറ്ററേറ്റ് ആണ്. പക്ഷേ ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറഞ്ഞ സമയത്ത് 36% വലിയ ഡ്രോപ്പാണ്. അതായത് കിട്ടുന്ന കാശ് എങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെയാണ് പണം ഗ്രോ ചെയ്യിക്കുക, ഈ കാര്യങ്ങളൊന്നും പലർക്കും അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇതിനുവേണ്ടി നിങ്ങൾ ഓഫ്ലൈൻ സ്പേസിലേക്ക് കൊണ്ടുവരണത് എന്തിനാണ്? ഈ ഒരു നോളജും പ്രാക്ടിക്കലി ഇത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, എങ്ങനെ മുന്നോട്ടേക്ക് ആ യാത്ര സുഗമമാക്കാം എന്ന കാര്യങ്ങൾ പഠിക്കാനായിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യണം. ഓഫ്ലൈൻ സ്പേസ് മെയിനായിട്ട് ഹാൻഡിൽ ചെയ്യണത് നമ്മളുടെ ഗംഗയാണ്. അപ്പോൾ ഗംഗേനെ ഈ പോയിന്റിലേക്ക് ഞാൻ വിളിക്കുകയാണ് ഒന്ന് സംസാരിക്കാനായിട്ട്. മഹേഷ് പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മുടെ മുൻപോട്ടുള്ള യാത്രയിൽ ഒരുപാട്, കാരണം ഇപ്പം ഒരു ഓർഗനൈസേഷൻ്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത് ടീമാണ്. അപ്പം ആ ടീമിനാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും വലിയ താങ്ക്സ് അറിയിക്കുന്നത്. കാരണം അങ്ങനത്തെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ടീം ഉള്ളത് കൊണ്ടാണ് ഇന്ന് മില്യൺ ഡോട്ട്സ് ഈ ഒരു എഡ്ജിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു നിലയിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരുപാട് സ്ട്രഗിളിങ് സ്റ്റേജസ് ഉണ്ട്. മീൻസ് അതായത് ഇനീഷ്യൽ മില്യൺ ഡോട്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയം മുതൽ ഇന്ന് ഇപ്പോൾ 5 years ഈ ഒരു സമയം എത്തി നിൽക്കുന്നത് വരെ നമ്മൾ ഓരോ സ്റ്റേജസിലൂടെ ഓരോ ഒബ്സ്റ്റക്കിൾസിലൂടെ തന്നെയാണ് കിടന്നതിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനിയും മുൻപോട്ട് പോകുന്ന ജേണിയിൽ ഇത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നുകൊണ്ടായിരിക്കും ഇനി മുൻപോട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഇങ്ങനൊരു സ്ഥാപനത്തിന് അറിയായിരിക്കും ഒരു കപ്പിത്താൻ ഉണ്ടായിരിക്കും. ഓക്കെ, കപ്പിത്താൻ അത് തന്നെ. അപ്പോൾ നമ്മൾ ഫൗണ്ടേഴ്സിൽ ഒരാളായിട്ടുള്ള മുസമിൽ സാറിനെ ഞാനിവിടേക്ക് വിളിക്കുകയാണ്. ഹായ് ബഡി. ആക്ച്വലി ഞാനൊരു കോ-ഫൗണ്ടറിൽ പെട്ടിട്ടുള്ള ഒരാളാണ്. ഞാനും എൻ്റെ പാർട്ണർ കെൻസ്, നമ്മൾ രണ്ടുപേരാണ് സ്റ്റാർട്ട് ചെയ്തത്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ബൈ ഡെസിഗ്നേഷൻ എൻ്റെ ഇവിടുത്തെ ജോബ് എന്ന് പറയുന്നത് ആസ് എ CFO എന്നുള്ള ഒരു ഡെസിഗ്നേഷൻ വഹിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ 100% ഹാപ്പിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ബെസ്റ്റ് ടീമിനെ കിട്ടി. ആ ടീം എന്ന് പറയുന്നത് നമുക്ക് ഡേ ആൻഡ് നൈറ്റ് എന്തിനും നമുക്ക് തയ്യാറായിട്ട് നിൽക്കുന്ന, നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോട്ടിൽ നമുക്ക് ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ആ ഒരു സംഭവം കിട്ടിക്കൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടീം അല്ലെങ്കിൽ എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്ന സംഭവം വളരെ അടിപൊളി. ഞാൻ വളരെ ഹാപ്പിയാണ് ആ കാര്യത്തിന് മുകളിൽ. അത് മാത്രമല്ല, ഈ ഒരു ടീം ത്രൂ നമുക്കൊരു ബെസ്റ്റ് ട്രേഡേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. നമ്മുടെ ഡ്രീം എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ട്രേഡേഴ്സ് മാത്രമല്ല ഫൈനാൻസ് ഓറിയൻറ്റഡ് എഡ്യൂക്കേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഡ്രീം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കേരളത്തിൽ മാത്രമല്ല, അത് ഇന്ത്യയിൽ മാത്രമല്ല, വേൾഡ് വൈഡായിട്ട് തന്നെ നമ്മൾ ആ ഒരു ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ സ്പ്രെഡ് ചെയ്യുകയും അതേപോലെ തന്നെ ഒരു ബിഗർ കമ്മ്യൂണിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഡ്രീം എന്ന് പറയുന്നത്. അപ്പം ഡെഫിനറ്റ്ലി നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു ബൈ. താങ്ക് യു. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ വലിയ വിഷനുണ്ട്. അപ്പോൾ ആ വിഷനിലേക്ക് ഒത്തിരി ഇൻപുട്സ് തരുന്ന ഒരു വ്യക്തിയാണ് മിസ്റ്റർ ആശിഷ്. അപ്പോൾ ആശിഷിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പറയുകയാണെങ്കിൽ ഞാൻ മില്യൺ ഡോട്ട്സിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. സോ ലൈക്ക് ഇനീഷ്യലി സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ ഒരു എഞ്ചിനീയർ ആയിരിക്കുന്ന സമയത്താണ് ഞാൻ ട്രേഡിങ് പഠിക്കുന്നതും അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ട്
ഒരു 9 to 5 ജോബ്, അല്ലെങ്കിൽ ഞാൻ 9 to 5 അല്ല, 3 ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ പോകുന്ന സ്ട്രഗിൾസ് എന്താണ്, അതിന്ന് കുറച്ചും കൂടെ ഫ്രീഡം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ തിങ്ക് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ട്രേഡിംഗ് പോലൊരു ആസ്പെക്ട് എൻ്റെ മനസ്സിൽ വരുന്നത്. അന്ന് എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ലൈക്ക് ഓപ്ഷനിൽ ഞാൻ മില്യൺ ഡോട്ട്സ് ചൂസ് ചെയ്തത് ഭയങ്കര ഹാപ്പിയാണ്. അതിനുശേഷം മില്യൺ ഡോട്ട്സിൽ ഒരു മെമ്പറായിട്ട് ജോയിൻ ചെയ്യുമ്പോഴാണെങ്കിൽ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഞാൻ നല്ല ട്രേഡർ ആവണം എന്നൊരു തോട്ടിൽ മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ മുന്നിൽ എനിക്ക് ഈ ടീം എനിക്ക് തന്ന ഒരു വിഷൻ എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. അതായത് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അറൗണ്ട് ദ ഗ്ലോബ് ഈ പറയുന്ന ഫൈനാൻഷ്യലി ആൾക്കാരെ ലിറ്ററേറ്റ് ആക്കുക, ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിൽ നിന്നും ആൾക്കാരെ എങ്ങനെ ഇൻകം ജനറേറ്റ് ചെയ്യാനും അവരുടെ ലൈഫിനെ ബെറ്റർ ആക്കാനും പഠിപ്പിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷനിലേക്ക് എത്തിക്കാമെന്ന് തിങ്ക് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിൽ ആവാൻ പറ്റിയതിലും അതിൽ ഒരുപാട് ഇൻപുട്സ് കൊടുക്കാൻ അങ്ങനെ ഒരു സ്പേസ് തന്നതിലും എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. ഇപ്പോഴും ഇന്ന് രാവിലെ ഇപ്പോൾ കെൻസർ മീറ്റിങ്ങിൽ പറഞ്ഞതുപോലെ ഒരു 5 വയസ്സുള്ള ഒരു കുട്ടിയെ പോലെ മാത്രമായിട്ടാണ് ഞങ്ങൾ ഈ സ്ഥാപനത്തെ അല്ലെങ്കിൽ ഈ ഒരു ഓർഗനൈസേഷനെ കാണുന്നത്. ഇനി ഒരുപാട് മുന്നിലേക്ക് പോകാനുണ്ട്, ഒരുപാട് വളർച്ചയുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട് ആൾക്കാരെ, ഒരുപാട് ഓൺടർപ്രണേഴ്സിനെ നമുക്ക് ബിൽഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നാഴികക്കല്ല്, ഈ ഒരു മൈൽ സ്റ്റോൺ ഒരു മധുരം കഴിച്ചുകൊണ്ട് തുടങ്ങാമെന്നുള്ളതാണ്.